ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും കുമാരിയമ്മയും മാനസയും ഷാമിയേട്ടായും എല്ലാവരും കൂടെ, പിന്നെ ചേട്ടായുണ്ട് കേട്ടോ. ചേട്ടായി വണ്ടിക്കകത്തില്ലെന്നേ ഉള്ളൂ, ചേട്ടാ പുറകെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചെറുകോൽപ്പുഴ കൺവെൻഷന് പോവാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദുമത കൺവെൻഷനാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. അപ്പം 2025 പ്രോഗ്രാമിനാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ അധികം തിരക്കൊന്നും ആവുന്നതിന് മുമ്പ് തന്നെ പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പോയതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എന്തോരം കടകളാണെന്ന്. ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ അത്യാവശ്യം കടകൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഈ മാലയൊക്കെ കാണാൻ. അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പല കടകളും അവർ സെറ്റാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേട്ടായുടെ കടകൾ, ചേട്ടായി പോയി നിൽക്കുന്നത് ഇതേപോലത്തെ കടകളുടെ മുമ്പിലാണ്. ഗ്ലാസും വാച്ചും ഒക്കെ ഉള്ള കടകളുടെ മുമ്പിലാണ്. പിന്നെ ഇതാ നമ്മുടെ മൊബൈൽ കവറുകൾ. ഞാൻ എൻ്റെ മൊബൈലിന് പറ്റിയ കവറുണ്ടോ നോക്കി, ബട്ട് എനിക്കിഷ്ടപ്പെട്ടത് കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തില്ല. ഈ കടയുടെയൊക്കെ പുറകിലൊഴുകുന്നത് പമ്പാ നദിയാണ് കേട്ടോ. പമ്പയുടെ തീരത്താണ് ഈ ഒരു കൺവെൻഷൻ നടക്കുന്നത്. ഇഷ്ടം പോലെ കടയാണ് കേട്ടോ. ഏതെടുത്താലും 10, ഏതെടുത്താലും 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമാണ്. ഇത് തേനും പിന്നെന്താണ് അതുപോലത്തെ കുറച്ച് എണ്ണകളും പിന്നെ കുറച്ച് സീഡ്സും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, അമ്മമാർക്കും ചേച്ചിമാർക്കും പിള്ളേർക്കൊക്കെ പറ്റിയ ചിന്തിക്കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. കണ്ടില്ലേ, പല വെറൈറ്റി പപ്പടങ്ങളാണ് ഇത്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൊമ്മ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ജിറാഫൂട്ടനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറവായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച് നന്നായിട്ട് കടകളായിരിക്കും. ആദ്യ ദിവസമായിട്ട് തന്നെ ഇത്രയും തിരക്കുണ്ടായിരുന്നു. കണ്ടില്ലേ, കടകൾ ലൈറ്റൊക്കെ സെറ്റാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറേ നേരം അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നു കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കടയാട്ടോ. ലൈറ്റ് വരാത്തതുകൊണ്ട് കാണാതാണ്. ഉള്ളിലേക്കൊക്കെ ഉണ്ട്. ഏതെടുത്താലും 20 രൂപ, 100 രൂപ മാത്രമേ ഉള്ളൂ അവിടുത്തെ റേറ്റ്. ഇത് വെറൈറ്റി കമ്മലുകളുടെ കടകളാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സത്യപ്പേർപ്പിച്ചി, അച്ചാച്ചൻ, അമ്മ ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, പല കടകളും അവർ ശരിയാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഈ ഒരു കട കണ്ടില്ലേ, കത്തി, അതുപോലെ തന്നെ ഇരുമ്പ് പാത്രങ്ങൾ, അങ്ങനത്തെ ഒരു കടയാണ്. ഞാൻ അവിടെ നിന്നൊരു കത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മൂർച്ചയുള്ളൊരു കത്തി വാങ്ങിച്ചു. 150 രൂപ കൊടുത്ത്. നല്ല കത്തിയാട്ടോ. ഞാനത് നോക്കി, നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് വയ്യായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ ചേട്ടായുടെ മെയിൻ ഐറ്റം മിഠായികളിലേക്ക് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ എനിക്ക് പുളിമുട്ടായി ഞങ്ങളുടെ സാധനം. 25 വയസ്സായി കാരണം 4 എണ്ണം. എത്രയായി? അങ്ങനെ മിഠായൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും നമ്മുടെ നടപ്പ് തുടങ്ങി.
കണ്ടില്ലേ, എല്ലാം സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ഐറ്റത്തിലേക്ക് ഞാൻ വന്നു. ചേട്ടാ ആദ്യം വാങ്ങിച്ചു തന്നില്ല എനിക്ക്, പക്ഷേ ഞാൻ കാല് പിടിച്ച് വാങ്ങിച്ചു. പാനിപൂരി ഓർഡർ ചെയ്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് വീണ്ടും ഇങ്ങനെ ആ മണൽപ്പരപ്പിലൂടെ നടന്ന് പോവുകയാണ്. പിന്നെ ഞാൻ നടന്ന് കയറിയത് വേറൊരു കടയിലേക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണെന്നറിയാമോ? കോളിഫ്ലവർ നമ്മുടെ ഒരു മെയിൻ ഐറ്റം ആണല്ലോ ഉത്സവപ്പറമ്പിൽ. അപ്പം അതും വാങ്ങിച്ചു. 50 രൂപയായി. അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ സോസൊക്കെ ഒഴിച്ചാണ് തരുന്നത് കേട്ടോ. അതും വാങ്ങി ഞാൻ. അതിന് കൂടെ ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് വന്നില്ല. ഫസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അതിനുശേഷം നേരെ ഒരുപാട് വൈകിയതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.